വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കാത്തത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന നിലപാട് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നു. രേഷ്മ, നമുക്കറിയാം ഇപ്പോൾ ഹൈക്കോടതി ഒരു നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. വഖഫ് ബോർഡിന്റെ ഒരു നടപടി ക്രമങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ഈ ഒരു വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നും തീരുമാനം അറിയിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. അമൽ, ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കും നിലപാടിലേക്കും സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. 2025 വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡ് രൂപീകരിക്കാമെന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. നിയമപ്രകാരമല്ല ഈ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബോർഡിന്റെ സുപ്രധാന പ്രവർത്തനങ്ങൾ ഹൈക്കോടതി മരവിപ്പിക്കുകയും ചെയ്തു. അതായത് അനുമതിയില്ലാതെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളതല്ല, മൂലധന ചെലവുകൾ പാടുള്ളതല്ല, അതുകൂടാതെ ജുഡീഷ്യൽ സിറ്റിംഗ് തുടങ്ങിയവയ്ക്കും ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ 2 മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കണമെന്ന് 2025 വഖഫ് നിയമ ഭേദഗതിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അപ്രകാരമല്ല കേരള വഖഫ് ബോർഡ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഷിയ അംഗത്തെ ഉൾപ്പെടുത്തണമെന്നുള്ള ഹർജിക്കാരുടെ വാദവും ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിയമാനുസൃതം, അതായത് വഖഫ് ഭേദഗതി നിയമപ്രകാരം തന്നെ ഇനി ബോർഡ് രൂപീകരിക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കാൻ തങ്ങൾ ഒരുക്കമാണെന്നാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മോടൊപ്പം ബിജെപി നേതാവ് ഷോൺ ജോർജ് പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ഷോൺ ജോർജ്, ഹൈക്കോടതി ഒരു നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുമുണ്ട്. താങ്കൾ നൽകിയ ഹർജിയിലാണ് ഈ ഒരു നിർണായകമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനു മുന്നേ വഖഫ് ബോർഡ് സ്വീകരിച്ച ആ ഒരു നടപടിക്രമങ്ങളും ഇതോടൊപ്പം തന്നെ അവരും ആ ഒരു മരവിപ്പിക്കലിലേക്ക് എത്തുമോ? എന്താണ് ഈ ഒരു ഘട്ടത്തിൽ താങ്കൾ പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് ബോർഡ് എന്ന് കണ്ടെത്തിയാൽ ഈ കാലയളവിൽ ബോർഡ് എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളെയും സ്വാഭാവികമായും സെറ്റിസ്ഫൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ബോർഡ് നിയമാനുസൃതമല്ലെങ്കിൽ മുനമ്പം ഭൂമി ഉൾപ്പെടെ ഉമീദ് പോർട്ടലിൽ വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനെടുത്ത തീരുമാനം ഉൾപ്പെടെ മരവിപ്പിച്ചുകൊണ്ട് ഉള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ഒരാഴ്ചക്കകം കേസ് വീണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് താങ്കൾ നൽകിയ ആ ഒരു ആവശ്യം, മുനമ്പം ഭൂമി ഉൾപ്പെടെയുള്ള ആ ഒരു കാര്യത്തിൽ മുൻ നിയമാനുസൃതമല്ലാത്ത വഖഫ് ബോർഡ് സ്വീകരിച്ച ആ ഒരു നിലപാട് അതിപ്പോൾ മരവിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്, അല്ലേ? നന്ദി ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചതിന്. വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കണം തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കാത്തത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന നിലപാട് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. രേഷ്മാവ് തീർന്നു. രേഷ്മ, നമുക്കറിയാം ഈ മുൻപ് സർക്കാർ ഈ ഒരു വഖഫ് ബോർഡ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കിയവരാണ്. പക്ഷേ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. കേന്ദ്ര നിയമ ഭേദഗതി പ്രകാരം വഖഫ് ബോർഡിന്റെ ആ ഒരു പുനഃസംഘടന അവർ പുതിയൊരു പുനഃസംഘടിപ്പിക്കാമെന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. അതെ അമൽ, അതായത് നേരത്തെ ഈ കേന്ദ്രത്തിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കുകയും നഖശിഖാന്തം എതിർക്കുകയും ചെയ്തിരുന്നവരാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സുകാർ തന്നെ സർക്കാർ രൂപീകരിച്ച വേളയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വഖഫ് നിയമ ഭേദഗതി പ്രകാരം തന്നെ വഖഫ് ബോർഡ് നിയമാനുസൃതം രൂപീകരിച്ച് കൊണ്ടുപോകാൻ തങ്ങൾ തയ്യാറാണ്. സെക്ഷൻ 14 പ്രകാരം ബോർഡ് രൂപീകരിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും ഉടൻ തന്നെ സ്വീകരിച്ച് അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് അർത്ഥം എന്ന് പറയുന്നത് വഖഫ് നിയമ ഭേദഗതി അത് അംഗീകരിക്കുവാനായിട്ട് സർക്കാർ തയ്യാറായിരിക്കുന്നു എന്ന് വേണം നിഗമനത്തിലേക്ക് എത്താനായിട്ട്. എന്തായാലും അടുത്ത ആഴ്ച ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അന്നേ ദിവസം എന്തൊക്കെ നടപടികൾ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരും. മറ്റൊന്ന്, ഈ നേരത്തെ കേരള വഖഫ് ബോർഡ് ഈ മുനമ്പം ഭൂമി വിഷയം അത് തർക്കം നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് മുനമ്പത്തെ 404 ഏക്കർ ഭൂമി സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും രേഖകളും അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്, അത് അപ്ലോഡ് ചെയ്തത്. അത് നിയമവിരുദ്ധമാണെന്നുള്ള വാദമൊക്കെ തന്നെ
തന്നെ ഹൈക്കോടതിയിൽ ഹർജിക്കാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ നിയമാനുസൃതമല്ലാത്തൊരു ബോർഡ് അത്തരമൊരു പ്രവർത്തനം നടത്തിയത് അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ഹർജിക്കാരുടെ വാദം. ആ വാദങ്ങൾ കൂടി ഹൈക്കോടതി അടുത്ത ഘട്ടത്തിൽ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും വഖഫ് ബോർഡിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ മൂലധന ചെലവുകൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടി ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജുഡീഷ്യൽ സിറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. തത്വത്തിൽ പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രവർത്തനങ്ങൾ മരവിപ്പിക്കപ്പെട്ട ഒരവസ്ഥ. എന്തായാലും ഇനി 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വഖഫ് ബോർഡ് രൂപീകരിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ 2025 നിയമ ഭേദഗതിക്ക് അനുസൃതമായിട്ട് സംസ്ഥാന സർക്കാർ ഈ ബോർഡ് രൂപീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടി വരും. അത് ഹൈക്കോടതിയിലും അറിയിക്കേണ്ടി വരും. അമൽ.